ഡീസൽ വില വർധന സ്വകാര്യ ബസ്സുടമകളുടെയും നടുവൊടിക്കുന്നു. ബസ് ചാർജ് കൂട്ടണമെന്ന് ബസ്സുടമ സംഘടനയായ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 8 രൂപയുടെ വർധനവാണ് ഡീസലിനുണ്ടായിരിക്കുന്നത്. ഇതുകാരണം പ്രതിദിനം നഷ്ടം സഹിച്ച് സർവീസ് നടത്തേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സംഘടനാ പ്രസിഡന്റ് ടി ഗോപിനാഥ് പറഞ്ഞു. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ധന വില വർധനവ് സ്വകാര്യ ബസ് വ്യവസായത്തെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ബസ് ചാർജ് വർധനവിന് ശേഷം ഇപ്പോൾ 4.5 കൊല്ലം കഴിഞ്ഞിട്ടും ഇതുവരെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പ്രവർത്തന ചെലവിലെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള ഡീസലിൻ്റെ വില ഇപ്പോൾ 10 രൂപയോളം വർദ്ധിച്ചു വരിക. സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്ന പേരിൽ 2 രൂപ കേരള ഗവൺമെൻറ് ബഡ്ജറ്റിൽ കഴിഞ്ഞ ഗവൺമെൻറ് ബഡ്ജറ്റിൽ വർദ്ധിപ്പിക്കുകയും അതിനുശേഷം ഇപ്പോൾ 4 തവണയായി 8 രൂപയോളം വർദ്ധിച്ചു കഴിഞ്ഞു. ഏത് നിമിഷത്തിലും ഇപ്പോൾ 2 രൂപ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയ തരത്തിലാണ് ഇന്നത്തെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഡീസൽ വില ഈ നിലയ്ക്ക് പോയാൽ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ദിവസം പോലും ഓടാൻ കഴിയാത്തൊരു പരിതസ്ഥിതിയാണ് സംജാതമാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓയിൽ, ഗ്രീസ് തുടങ്ങി ടയർ തുടങ്ങി ബസ് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലും വലിയ വിലവർദ്ധനവ് നടപ്പാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരു ബസ് ചാർജ് വർധനവും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഇതിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവുമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഉടനടി സർക്കാർ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ബസ്സുകൾ ഏത് നിമിഷവും നിന്നുപോകും. ഞങ്ങളൊരു സമരത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് എന്തിനാണ് അത് ഓടിക്കുന്നത് ചോദിച്ച് ഞങ്ങളുടെ ഉടമകൾ ഞങ്ങളുടെ പിന്നാലെ വരികയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ നിശ്ചലമാകുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് സംസ്ഥാനത്ത് സംജാതമായിട്ടുള്ള. ഇപ്പോൾ ജൂൺ 1 മുതൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയാണ്. ഇപ്പോൾ 15-ാം തീയതി മുതൽ വനിതകൾക്ക് സ്വകാര്യ KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യം വന്നാൽ ബസ്സുകളിൽ കയറാൻ കേവലം വിദ്യാർത്ഥികൾ മാത്രമായി മാറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകാൻ പോവുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡീസലിൻ്റെ വില 104 രൂപയാണ് ഡീസലിൻ്റെ വില. 104 വിദ്യാർത്ഥികളെ കയറ്റിയാലും 100 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പണം ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ട് മാത്രം സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഓടിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഗവൺമെൻറ്റും ഉത്തരവാദപ്പെട്ടവരും നോക്കി ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവും അതുപോലെ തന്നെ സാധാരണ യാത്രക്കാരുടെ യാത്രാ നിരക്കും ഉൾപ്പെടെ ഒരു വർധനവും നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ മേഖല ഇല്ലാതാവും. അതുകൊണ്ട് അടിയന്തരമായി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമാണ് ഈ സ്വകാര്യ ബസ് വ്യവസായം. KSRTCക്കോ ചെയ്യാൻ കഴിയാത്ത, സംസ്ഥാന സർക്കാരിൻ്റെ നയാ പൈസയുടെ സാമ്പത്തിക ബാധ്യതയില്ലാത്ത ഈ മേഖലയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരു ദിവസം ഡീസൽ ഇനത്തിൽ മാത്രം ഡീസലിൻ്റെ സെയിൽ ടാക്സ് ഇനത്തിൽ മാത്രം 2500 രൂപയിലധികം ഖജനാവിലേക്ക് രാവിലെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ബസ്സുകൾ സർവീസ് നടത്തുന്നത്, ഞങ്ങളുടെ ഡീസലിൻ്റെ സെയിൽ ടാക്സ് മാത്രമായിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാഹന നികുതിയും മറ്റ് GSTകളും ഉൾപ്പെടെ വലിയ ഭീമമായ സംഖ്യ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്നവർ എന്ന നിലയിൽ ഈ മേഖലയെ സംരക്ഷിക്കാൻ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടലുണ്ടാവണം. അല്ലാത്ത പക്ഷം സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ നിശ്ചലമാവും. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാവാൻ വൈകിയാൽ ഞങ്ങൾ ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഉടമ സംഘങ്ങളുടെ യോഗം ഉടനടി വിളിച്ചുകൂട്ടും. ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ചാർജ് വർദ്ധിപ്പിക്കാതെ ഒരു ദിവസം പോലും മുന്നോട്ടു പോകാനാവില്ല. വിദ്യാർത്ഥികളുടെ നിരക്ക് അടിയന്തരമായി വർദ്ധിപ്പിക്കണം. 100 കുട്ടികൾ കയറിയാൽ മാത്രമേ 1 ലിറ്റർ ഡീസൽ വാങ്ങാനുള്ള പണം കിട്ടൂ എന്ന സ്ഥിതിയാണ്. കൂനിന്മേൽ കുരു പോലെയാണ് KSRTCയിലെ സ്ത്രീകൾക്കുള്ള നിർദ്ദിഷ്ട സൗജന്യ യാത്രയും. ഇതെല്ലാം കണക്കിലെടുത്ത് നിരക്ക് വർധനവ് ഉടൻ നടപ്പാക്കണം. അല്ലെങ്കിൽ സർവീസ് നിർത്തിവെച്ച് സമരത്തിനിറങ്ങുമെന്ന് ഗോപിനാഥ് പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞയാഴ്ച നടത്തിയ ചർച്ചയിൽ ബസ്സുടമകളുടെ ആവശ്യം പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇനിയും ചർച്ച നടത്താൻ തയ്യാറാണെന്നും ഗോപിനാഥ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.